ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ലണ്ടൻ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നാണ്. വിസയിലാണ് ഞങ്ങൾ പോയത്. അതിന് ഏകദേശം ഞങ്ങൾക്ക് 400 പൗണ്ട്സായി അപ്പ് ആൻഡ് ഡൗണ്. പിന്നെ ഒരാൾക്ക് പ്രയോറിറ്റിയാണ് എടുത്തത്, അതുകൊണ്ടാണ് അത്ര കോസ്റ്റ് വന്നത്. അല്ലാതെ വിസെയർ ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഫ്ലൈറ്റാണ്. അങ്ങനെ 3 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പോർട്ടോറിക്ക എയർപോർട്ടിലെത്തി. ഇവിടെ വന്നിട്ട് ആദ്യം ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ സിം കാർഡ് എടുത്തു. പിന്നെ ഇതാണ് പോർട്ടോറിക്ക എയർപോർട്ട്. വളരെ ചെറിയൊരു എയർപോർട്ടാണ്. ഇങ്ങോട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ സ്കൂട്ടർ റെൻറ്റിന് ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാഫാണ് ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ നിന്ന് റിസീവ് ചെയ്തത്. ഞങ്ങൾ ആദ്യം തന്നെ സ്കൂട്ടറിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു. പിന്നെ ഈ സ്കൂട്ടറിന് നമുക്ക് 200 പൗണ്ട്സാണ്, 200 യൂറോ ആണ് ഡെപ്പോസിറ്റ് വരുന്നത്. 164 യൂറോ റെൻറ്റും. അങ്ങനെയാണ് മൊത്തം ക്യാഷ് അവർ മേടിച്ചു. എന്നിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഇവരുടെ സർവീസ് വളരെ നല്ലതായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ റൂമിലേക്കാണ്. ഞങ്ങൾ ബുദ്ബയിലാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. ബുദ്ബയിൽ ഞങ്ങൾ റൂം എടുക്കാൻ കാരണം അവിടുന്ന് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ആ സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1 hour ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട്. പിന്നെ ഒരു കാര്യം, ഇതിനേക്കാളും അടുത്തുള്ള എയർപോർട്ട് ടിബറ്റായിരുന്നു. ഞങ്ങൾക്കൊരു പാളിച്ച പറ്റിയിട്ട് ശരിക്കും ടിബറ്റിലോട്ട് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. അവിടുന്ന് ബുദ്ബയിലോട്ട് വളരെ എളുപ്പമാണ്. പോകുന്ന വഴി മുഴുവൻ നമുക്ക് കാണാൻ പറ്റിയ മലകളാണ്. തുടക്കത്തിലൊക്കെ, അതായത് യാത്ര സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഫുള്ള് മലകളാണ് 2 സൈഡിലും. അങ്ങനെ ഞങ്ങൾ പോയി അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു അടിപൊളി വ്യൂ ആയിരുന്നു അത്. അപ്പോൾ അവിടെ സിപ്പ് ലൈനിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് കയറി, ഞാൻ കയറിയില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയത് കാരണം പിന്നെ ഞാൻ കയറിയില്ല. 30 യൂറോ ആയിരുന്നു ഒരാൾക്ക് അതിനു വേണ്ടി കൊടുത്ത്. സിപ്പ് ലൈനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ സിപ്പ് ലൈനിൽ കയറുന്നത്. തുടക്കത്തിൽ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പേടിയൊക്കെ മാറി. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് Insta360യുടെ X5 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയാണ്. Insta360 X5 വെച്ചിട്ട് നിങ്ങൾക്ക് 360 ഇതേപോലെയുള്ള വ്യൂസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. Insta360 X5ൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ഇതാണ് ഞങ്ങൾ താമസിച്ച ചില്ലാൻകോ അപ്പാർട്ട്മെൻറ്റ്. ഒരു അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു 12:30 ഉച്ചയ്ക്ക് ഒരു 12:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്.
ബിൽഡിങ്ങിന് താഴെയായിട്ട് കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. കിഡ്സിനും വലിയ ആൾക്കാർക്കും പറ്റിയ 2 സെക്ഷനുണ്ട്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. ഇതാണ് കിച്ചൺ ഏരിയ. ഇതാണ് ഹാൾ ഏരിയ, ഡൈനിങ് ഏരിയ. അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഉള്ള ബാൽക്കണിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് ആക്സസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണി തന്നെയാണിതും. നല്ല യാത്രാക്ഷീണമുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാനുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനായിട്ട് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ബ്രെഡ്, പഴം, മുട്ട, പിന്നെ നൂഡിൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ പോയി. യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണമുള്ള കാരണം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. അതിനുശേഷം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബുദ്ധ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഇറങ്ങി. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ സമയം ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ വഴിയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ വന്നു. അത് കാരണം ഞങ്ങൾ ആ പ്ലാൻ മാറ്റി വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു.
പിന്നെ ലൈറ്റിങ്ങും കുറവുള്ള കാരണം പിന്നെ ബീച്ചിൽ പോകാനും പറ്റില്ല, വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ടൗണൊക്കെ ജസ്റ്റ് ഫുള്ളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ബുദ്ധ്വ ടൗൺ അത്ര തിരക്കുള്ളൊരു സിറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെയാണ് കാണാനായിട്ട് പറ്റണത്. പിന്നെ അവിടെ കൂടുതൽ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ ഉണ്ട് നമ്മൾ സിറ്റിയിലോട്ട് വരുമ്പോൾ. കുറച്ച് നേരം സിറ്റിയൊക്കെ ചുറ്റി കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ബുദ്ധ്വ ഓൾഡ് ടൗണിലോട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ബുദ്ധ്വ ഓൾഡ് ടൗണിലെത്തിയത് ആ കാണുന്ന മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഓൾഡ് ടൗണിലുള്ളത്. ഇതായിപ്പോൾ ഞങ്ങൾ ബുദ്ധ്വ ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഇതാണ് എൻട്രൻസ്. ഏകദേശം 2500 വർഷങ്ങൾ പഴക്കമുള്ള നഗരമാണ് ബുദ്ധ്വ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. ഈ ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ വഴികളും പിന്നെ കല്ലുകൾ കൊണ്ട് പണിത കെട്ടിടങ്ങളുമാണ്. പറയുമ്പോൾ ഇതൊരു ഓൾഡ് ടൗൺ ആണെങ്കിലും ഇവിടെ കുറേ അധികം ഷോപ്പുകളുണ്ട്. ഡ്രസ്സുകൾ, ജ്വല്ലറീസ്, ബാഗ്സ്, അങ്ങനെ കുറേ ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഫുഡ് കോർട്ടുകളുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഈ കാണുന്ന ഷോപ്പിൽ നിന്നാണ് ഞങ്ങളൊരു ബർഗർ മേടിച്ചത് രാത്രി കഴിക്കാനായിട്ട്. പിന്നെ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ 2 ഐസ്ക്രീം മേടിച്ചു. 2 യൂറോ ആണ് ഒരു ഐസ്ക്രീമിനായത്. നാട്ടിലെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല. പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയപ്പോൾ മേടിച്ചു. ബുദ്ധ്വ ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ബേ ഓഫ് ബുദ്ധ്വ കാണാനായിട്ട് പറ്റും. അതായത് ബേ ഓഫ് മറീന എന്നും കൂടി അതിന് പറയും. അവിടെ കുറേ യാച്ചുകൾ അതേപോലെ ലക്ഷറി ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കണായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡേ 1 വ്ളോഗിലെ കാഴ്ചകൾ. ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ഡേ 2 വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.